CPM വനിതാ നേതാവ് ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ പ്രാദേശിക കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചു. ഗോപാലകൃഷ്ണൻ ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു. കേസിലെ പ്രതികളായ ഗോപാലകൃഷ്ണനും KM ഷാജഹാനും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ആലുവ സൈബർ പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. KM ഷാജഹാൻ ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കും. CPM വനിതാ നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിലെ ഒന്നാം പ്രതിയായ പ്രാദേശിക കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണനും KM ഷാജഹാനും ചോദ്യം ചെയ്യലിനായി ഇന്ന് ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനായിരുന്നു പോലീസ് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ CK ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യം തേടി എറണാകുളം സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. താനൊരു പോസ്റ്റ് ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ലെന്നും കെട്ടിച്ചമച്ച കേസാണെന്നുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഗോപാലകൃഷ്ണന്റെ വാദം. KM ഷാജഹാന്റെ തിരുവനന്തപുരം ഉള്ളൂരിലെ വീട്ടിൽ ഇന്നലെ രാത്രി അന്വേഷണ സംഘം നടത്തിയ റെയ്ഡിൽ ഐഫോൺ അടക്കം പിടിച്ചെടുത്തിരുന്നു. ഗോപാലകൃഷ്ണന്റെ പറവൂരിലെ വീട്ടിൽ ഇന്നലെ ഉച്ചയോടെ നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. പിടിച്ചെടുത്ത ഫോണുകളിലെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. ഫോണുകൾ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. കേസിലെ രണ്ടാം പ്രതി KM ഷാജഹാൻ ഉച്ചയോടെ ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഹാജരായേക്കും. യൂട്യൂബറായ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി അബു എന്ന യാസിറിനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഇയാൾ വിദേശത്താണ്. ഷൈൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം റൂറൽ സൈബർ പോലീസാണ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് IT ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ജനം, കൊച്ചി.